ഞാൻ ജ്ഞാനപ്പാനെ കാണാതെ പിടിക്കുന്ന പറഞ്ഞല്ലോ, അതിലൊരു വരി പറയാൻ പോവാം. നമ്മുടെ ലക്ഷ്യം ഇതാണല്ലോ. എളുതായിട്ട് മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും. അതിന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ആര് ശ്രദ്ധിച്ചാൽ അവർക്ക് കൊള്ളാം. എളുതായിട്ട് മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും. ഞാൻ 5 നാമങ്ങൾ ചൊല്ലാൻ പോവാം. തുടക്കം തന്നെ തിരുനാമങ്ങൾ, ഈശ്വരനാമങ്ങളിൽ നമ്മൾ ബാക്കി 2ാമത്തെ പാട്ടിൽ പറയുക. ഗുരുനാഥൻ തുണ ചെയ്ത സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. നമ്മുടെ ഈ നരജന്മം സഫലമാക്കാൻ നമ്മൾ തിരുനാമങ്ങൾ ചൊല്ലുക. 2ാമത്തെ നാമം യുഗം 4 നല്ലോ കലിയുഗം. 4 യുഗങ്ങളിൽ കലിയുഗമാണ് ഏറ്റവും നല്ലത്. യുഗം 4 നല്ലോ കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. മോക്ഷം പ്രാപ്തിക്കാൻ വേറെ ഞാൻ ആദ്യം പറഞ്ഞു. സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ നമ്മൾ സാധാരണ ചൊല്ലുന്ന നാരായണ എന്നിങ്ങനെ രാമ എന്നിങ്ങനെയാണ് അതിലുള്ളത്, ഈ ജ്ഞാനപ്പാനിലുള്ളത്. രാമ എന്നിങ്ങനെ തിരുനാമം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമങ്ങളല്ലയോ ഒന്നുമേ മറ്റില്ലേതുമേ യത്നമറിഞ്ഞാലും. തിരുനാമങ്ങളല്ലാതെ വേറൊരു മാർഗമില്ല മോക്ഷപ്രാപ്തിക്ക്. 2 നാമങ്ങൾ കഴിഞ്ഞ് 3ാമത്തെ നാമം ജാതിപാർത്തിരന്തിജനാകിലും വേദപാതി മഹീശ്വരനാകിലും നാവ കൂടാതെ ജാതന്മാരാകിയ മൂകരയൊഴിച്ചുള്ള മനുഷ്യർ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നുമാത്രം ഒരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടിയെന്നാകില് ഈ തിരുനാമങ്ങൾ സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴോ സ്വപ്നത്തിലോ തിരുനാമങ്ങൾ ചൊല്ലുകയോ അല്ലെങ്കിൽ പരിഹാസരൂപേണ എങ്ങനെ ഒരാളെ ഉദാഹരണം പറയാം. ശ്രീ വെഞ്ഞാറമൂടുണ്ടല്ലോ, സ്വരാജ് വെഞ്ഞാറമൂട്, അദ്ദേഹം എൻ്റെ ശിവനേന്ന് വിളിക്കും. നമ്മളൊന്നും അല്ല ഭക്തൻ, അദ്ദേഹമാണ് ഭക്തൻ. പരിഹാസരൂപേണ അദ്ദേഹം വിളിക്കുന്നത്. പരിഹാസരൂപേണ സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടിയെന്നാകിലും. അത് 3 കഴിഞ്ഞ് പരിഹാസരൂപേണ അദ്ദേഹം വിളിക്കുന്ന മനസ്സിലായല്ലോ. ഉദാഹരണം ഉണ്ടതിന്. ബാക്കിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. 3ാമത്തെ കഴിഞ്ഞ് 4ാമത്തെ ഇത് ഇച്ചിരി കൂടുതലുണ്ട്. 10 മാസം വയറ്റിൽ കഴിഞ്ഞുപോയി. ആയുസ് കൂട്ടത്തില്ല. 10 മാസം 10 മാസം വയറ്റിൽ കഴിഞ്ഞുപോയി. 10-12 ഉണ്ണിയായിട്ടും പോയി. 10-12 വയസ്സ് ഉണ്ണി ആയിട്ട് ഇങ്ങനെ പോകുന്നു. തന്നെത്താൻ അഭിമാനിച്ച് പിന്നിടം തന്നെത്താൻ അറിയാതെ കഴിയുന്നു. 10-20 വയസ്സ് വരെ ഇങ്ങനെ പോകുന്നു. ഇത്ര കാലം ഇരിക്കുമിനി എന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ. നമ്മൾ സത്യം അറിയുന്നില്ല. സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ. നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിന് വീർപ്പ് മാത്രമുണ്ടിങ്ങനെ കാണുന്നു. നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നീർപ്പോള പോലെ ഇരിക്കുന്നൊരു ശരീരം. അത്രമാത്രം ഇരിക്കുന്ന നേരത്ത് കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. ഈ കാലഘട്ടത്തിലൊന്നും നമ്മൾ തിരുനാമങ്ങൾ ചൊല്ലുന്നില്ലെന്ന അദ്ദേഹം മോക്ഷം പ്രാപിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം പഠിച്ച അറിവ് അദ്ദേഹം മാത്രമായിട്ട് കൊണ്ടുപോയില്ല, ബാക്കിയുള്ളവർക്ക് എഴുതി വെച്ച്, അത് നമുക്ക് വേണ്ടി എഴുതി വെച്ച്. ഇത് 3 കഴിഞ്ഞ് 4 കഴിഞ്ഞ് 5ാമത്തത് മതിയുണ്ടെങ്കിലൊക്കെ മതി ഇതു തിരുനാമത്തിൻ മഹാത്മ്യമാമത്. ഈ തിരുനാമങ്ങൾ ചൊല്ലുന്നത് ഈ ജ്ഞാനപ്പാന മാത്രം ചൊല്ലിയാൽ മതി, അത് മാത്രം മതിയെന്ന്. അതിന് മതിയുണ്ടെങ്കിലൊക്കെ മതി ഇതു തിരുനാമത്തിൻ മഹാത്മ്യമാമിതു.
അടുത്തത് ബ്രഹ്മത്തെപ്പറ്റി അടുത്ത വീഡിയോയിൽ പറയാം.